പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഓരോ ചുവടുവെപ്പിലും നമ്മുടെ ഓരോ തീരുമാനത്തിലും ഒരു ചോദ്യം നമ്മളെപ്പോഴും അലട്ടുന്നുണ്ട്. മറ്റുള്ളവരെന്താ വിചാരിക്കുക? ഞാൻ ആരാണോ, ചെയ്യുന്നത് ആരാണോ എന്നതിനെക്കുറിച്ച് മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഇത് പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സമാകുന്നുണ്ട്. നമ്മുടെ പറക്കുന്ന ചിറകുകളെ എന്നേക്കുമായി അത് അടക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോൾ അവർ പറയും, ഇവനെന്തിനാ ഇത്ര ഓവറാക്കുന്നത്? ഇത്ര ഓവറാക്കേണ്ട കാര്യമുണ്ടോ അതിന്? ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ചിലർ അതിനെ അഭിനന്ദിക്കും, മറ്റു ചിലർ അതിനെ പുറകിൽ നിന്ന് വിമർശിക്കും, അതിനെപ്പറ്റി കുറ്റം പറയും. ഇപ്പോൾ നിങ്ങളൊരു ശാന്തനായിരുന്നാൽ അവർ ചോദിക്കും, ഇവനെന്തോ ഒരു ഉത്സാഹമില്ലാത്തത്, അല്ലെങ്കിൽ ഇവൾക്കെന്താ ഒരു ഉത്സാഹമില്ലാത്തത്, അങ്ങനെ ചോദിക്കും. അങ്ങനെയാണ് മറ്റു ചിലർ. നമ്മൾ എന്ത് ചെയ്താലും അവർക്ക് പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യുവർ ലൈഫ് യുവർ വേ. ഓക്കെ, അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ സന്തോഷം എന്ത്, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കേണ്ടത് എന്ത്, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നത് കണ്ടെത്തേണ്ട മറ്റുള്ളവരല്ല. നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വരണം. നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളെങ്ങനെ ജീവിക്കേണ്ടത് എന്ന്. ഒരിക്കലും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കരുത്. ഓക്കെ, നിങ്ങളെങ്ങനെയാണോ അങ്ങനെ ജീവിക്കുക. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. പലർക്കും അവരുടേതായ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ഒരാൾക്കാവോ? ഒരിക്കലുമില്ല. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിന്തിക്കുക. പലരും ഉണ്ടാവും, നിങ്ങൾ വിജയിക്കുമ്പോൾ പുറകിൽ നിന്ന് കുത്താനും വിമർശിക്കാനും ഒക്കെ പലരുണ്ടാവും. ആ വിമർശനങ്ങളൊക്കെ നിങ്ങൾ വിജയത്തിലേക്കുള്ള ഒരു താക്കോലായിട്ട് എടുക്കുക. ഞാനൊക്കെ പലപ്പോഴും മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ ഞാൻ പറയുമ്പോൾ എന്നെക്കൊണ്ട് അതിനാവില്ല, നീ അത് വിട്ടേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചിന്തിക്കാം, അവരങ്ങനെ പറയുകയാണെങ്കിൽ അതെനിക്കുള്ളൊരു ഊർജ്ജമാണ്. അവരുടെ മുമ്പിൽ എനിക്ക് കാണിച്ചു കൊടുക്കണം, ഞാൻ വിജയിച്ച് അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങൾ അന്ന് കുറ്റപ്പെടുത്തിയവരൊക്കെ നിങ്ങളെ പറ്റി നല്ലത് പറയും. നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടുകഥകളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംവിധായകനും രചയിതാവും നിങ്ങൾ തന്നെയാണ്. അതൊരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റേണ്ടതല്ല നിങ്ങളുടെ ജീവിതം. മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെറും കാണികൾ മാത്രം.